അയർലൻഡിൽ മലയാളി കുട്ടി ആക്രമിക്കപ്പെട്ടു. വിദേശ രാജ്യങ്ങൾ പലയിടത്തും ഇന്ത്യക്കാരെ പൊതുവെയും മലയാളികൾ പ്രത്യേകിച്ചും ആക്രമിക്കപ്പെടുന്നുണ്ട്. മലയാളികളുടെ കയ്യിലിരിപ്പ് എന്ന് പറയും, അല്ലെ തരവിഴിത്തരം, അത് ഈ നാട്ടിൽ കാണിക്കുന്ന പോലെ അന്യനാട്ടിൽ പോയി കാണിച്ചാൽ ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. ഈ കുറുക്കൻ രാജാവായ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കുറുക്കൻ കളറൊക്കെ മാറ്റി രാജാവായിട്ട് വാണപ്പോൾ മറ്റുള്ള മൃഗങ്ങളെല്ലാം വിശ്വസിച്ചു. പക്ഷേ വേറൊരു കുറുക്കൻ്റെ ഓലിയിടൽ കേട്ടപ്പോൾ ഈ രാജാവ് കുറുക്കന് ഓലിയിട്ടു. അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി ഇവൻ കുറുക്കനാണ് എന്ന് പറഞ്ഞ മലയാളികൾ പല ആട്ടിത്തരമൊക്കെ കാണിച്ച് പൗഡറൊക്കെ ഇട്ട് തേച്ച ഉടുപ്പൊക്കെ ഇട്ട് നടക്കും. പക്ഷെ ഇവരൊന്നിച്ചു കൂടി കഴിയുമ്പോൾ ഇവരുടെ തനി സ്വഭാവം പുറത്തു വരും. അതാണ് എല്ലായിടത്തും സംഭവിക്കുന്ന ഇന്ത്യക്ക്. ചേര തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ ചേരയുടെ നടുമുറി തിന്നണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നാട്ടിലായാലും ആ സംസ്കാരത്തോട് കുറെ ചേർന്ന് നിൽക്കണം. ചേർന്ന് നിൽക്കാൻ പറ്റുകയില്ലെങ്കിൽ ന്യൂട്രലായിട്ട് നിൽക്കണം. അവിടെ പോയി ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ സംസ്കാരമാണെന്ന് അവിടെയുള്ളവരെ ധരിപ്പിക്കാനായിട്ട് കോമാളിത്തരങ്ങൾ കാണിച്ചാൽ കോമാളിത്തരം അല്ലായിരിക്കും ഇവർക്ക്, പക്ഷെ ആ നാട്ടുകാർക്ക് അതൊരു കോമാളിത്തരമായിരിക്കും. അവർക്കത് സഹിക്കാൻ പറ്റത്തില്ല. അന്നേരം അത് മനസ്സിലാകുന്ന അവർക്ക് ഇവിടെയുള്ളവരല്ലല്ലോ. ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരിക്കുകയാണെങ്കിൽ ആരെവിടുത്തുകാരാണെന്ന് ആർക്കും അറിയത്തില്ല. ഈ പുറമെ പല സാംസ്കാരിക ചടങ്ങുകൾ നടത്തി ആൾക്കൂട്ടം കൂടുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടല്ലോ, എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്ന ഇന്ത്യയിൽ നിന്ന് വന്ന കുറേ പേരാണ്. ഇപ്പോൾ ബ്രിട്ടനിലും അയർലൻഡിലുമാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളതെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഓരോ ചടങ്ങുകൾ 2-3 മാസം കൂടുമ്പോൾ ഓരോ മേളകൾ നടക്കും. ഈ മേളകളിൽ പല കച്ചവടക്കാരും പല സാധനങ്ങളും ഒക്കെ വിറ്റഴിക്കാനും പറ്റും ഇവർക്ക്, നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ. എന്നിട്ട് ഓരോ സിനിമാ താരങ്ങളെ അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കും. ഈ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന അവിടെ ഒരു ചടങ്ങ്, മലയാളികളുടെ ഒരു ഗെറ്റ് ടുഗദർ. മമത മോഹൻദാസ് ആയിരുന്നു മുഖ്യാതിഥി. എന്നിട്ട് മലയാളി മങ്ക എന്നും പറഞ്ഞ് അയർലൻഡിൽ അവിടെ ഡബ്ലിനിൽ ഒരു സൗന്ദര്യ മത്സരം നടത്തി. അപ്പോൾ ജനങ്ങൾ കൂടി. ഈ കൂടുന്നിടത്ത് കച്ചവട കാര്യങ്ങളും ബാക്കിയെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ആന വാഴത്തോട്ടത്തിൽ കയറിയ പോലെയാണ്. നമ്മുടെ നാട്ടിൽ വഴിതോരണങ്ങളും പ്ലാക്കാർഡുകളും കൊടികളും ഒക്കെ പോസ്റ്റ് വഴി എല്ലായിടത്തും വെച്ച് കെട്ടിയാണുള്ള പ്രകടനങ്ങൾ ഓരോ പാർട്ടിക്കാർ അവരുടെ ശക്തി തെളിയിക്കും. ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഇതൊക്കെ ആ ഇവന്റ് കഴിഞ്ഞാൽ ഇവരാരും ഇത് പിന്നെ മാറ്റത്തില്ല. ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ലോകത്തുള്ള എല്ലാ ഭിത്തികളിലും കാണത്തില്ല ഈ നോട്ടീസുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അതിന് എല്ലാത്തിനും മുൻകൈ എടുത്തൊരു ഇതിന് നടത്തും, പ്രചരണം നടത്തും. അത് കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കുന്ന സ്വഭാവം നമുക്ക്. ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഈ കൂത്തരങ്ങ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ നാട് ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആ നാടിന് ചേർന്നതല്ല. ഇവിടുത്തെ പോലെ തോന്നിയവാസം എല്ലായിടത്തും കാണിക്കാൻ പറ്റും. ഇവിടെ പിണറായി കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസം കൊലപാതകികളെയും ബലാത്സംഗക്കാരെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സമരം നടത്തുമ്പോൾ കടകമ്പോളങ്ങൾ അടിച്ചു തകർക്കാം, വണ്ടികൾക്ക് തീയിടാം, ആരെയും കൊലപ്പെടുത്താം, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാം, കുട്ടികളെ പ്രകൃതി വിരുദ്ധ പരിപാടിക്ക് ഉപയോഗിക്കാം, മതസ്ഥാപനങ്ങൾ വരുന്നവരെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചു മൂടാം, സ്ത്രീകളെ നഗ്നയായിട്ട് ഡോക്ടർമാർ ICUവിൽ കൂട്ടത്തോടെ വന്ന് ആസ്വദിക്കാം, ആംബുലൻസിൽ ബലാത്സംഗം ചെയ്യാം, ICUവിൽ ബലാത്സംഗം ചെയ്യാം. ഒരു കുഴപ്പമില്ല. പാർട്ടി അനുഭാവിയായാൽ മതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയായാൽ കേരളത്തിൽ എന്ത് തോന്നിയവാസം, എന്ത് ക്രിമിനൽ കുറ്റവും കാണിക്കാം. ഇപ്പോൾ ഒരു 8-10 കൊല്ലമായിട്ട് ഈ സംസ്കാരം കണ്ടു വളർന്ന മലയാളികൾ വിദേശത്ത് പോകാൻ തുടങ്ങിയതാണ് ഈ കുഴപ്പം പറ്റി. അവർ അവിടെ വിചാരിക്കുന്നത് അവിടെയും പിണറായി ഭരിക്കുന്നത് എന്ത് തോന്നിയവാസം കാണിക്കാവുന്നത്. അതുകൊണ്ടാണ് അവിടെ അടി കിട്ടുന്നത്. ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ കഴിയുമ്പോൾ നോക്കൂ, ഇന്ത്യക്കാർ ഒരു സ്ഥലത്തും എടുക്കത്തില്ല. എന്നുവെച്ചാൽ അത്ര ചെറ്റത്തരം കാണിക്കുന്നവരാണ്. നാറിയ നാട്ടിൽ നിന്ന് പോയ നാറിയവന്മാരാണ് എല്ലാവരും. ഏത് പൊതുചടങ്ങിലും ഒരു ട്രെയിൻ കയറാൻ നിന്നാലും, ബസ് കയറാൻ നിന്നാലും, ഒരു ലിഫ്റ്റിൽ കയറാൻ നിന്നാലും, ഏത് രാജ്യത്ത് നിന്നാലും മലയാളികളെ തിരിച്ചറിയുക. എന്ന് വെച്ചാൽ അവിടെ അവർ ക്യൂ ഒക്കെ തെറ്റിക്കുക. ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അകത്ത് കയറാൻ നോക്കുക, ലിഫ്റ്റിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അകത്ത് തള്ളിക്കയറുക. ഇത്തരം സ്വഭാവ ഗുണങ്ങൾ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തൊച്ചയില കിടന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം. ഏറ്റവും മുന്നേ നിൽക്കുന്നവൻ ഏറ്റവും പുറകിലുള്ളവരോട് സംസാരിക്കും. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. വണ്ടി ഓടിച്ച റോഡിൽ
ലൈൻ തെറ്റി ഓടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം. നമ്മുടെ ഈ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ നിങ്ങൾ നോക്കി ഏത് റോഡ് ഹൈവേ കൂടെ ഓടിച്ചാലും ഒരു 20 കിലോമീറ്റർ പോകുന്ന ട്രക്കായിരിക്കും ഏറ്റവും റൈറ്റ് ലൈൻ. ഇതിനൊക്കെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ലെഫ്റ്റിൽ കൂടെ പോകണം. ഇതേ സംസ്കാരം അവിടെ 4 ലൈൻ 5 ലൈൻ 8 ലൈൻ റോഡിൽ ഓടിച്ചാൽ ഈ മലയാളി തെറ്റിയേ ഓടിക്കും. അവൻ 100 കിലോമീറ്ററിൽ ഏറ്റവും റൈറ്റ് ട്രാക്ക് കൂടി ഓടിക്കും. അപ്പം 120 130 ഓടുന്നവൻ ഓൺ അടിച്ചാലും പിന്നെ കയറാൻ പറ്റും. നമ്മുടെ ഈ സംസ്കാരം ഈ ജാത്യാലുള്ളത് തൂത്താ മാറിയതെന്ന് പറയും. ഈ സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ്. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സംസ്കാരം ഗ്രാജുവലി അത് ഇൻഗ്രീൻ ചെയ്യും, ഈ ബ്ലഡിലോട്ട് കയറും. ഭരണാധികാരികൾ സഞ്ചരിക്കുന്ന വാഹനം പോലും ചാടി വീണ് അടിച്ചാണ് തകർക്കാൻ നോക്കുന്നത്. ഇതൊക്കെ അന്യനാട്ടുകൾ ഈ അയർലൻഡിലല്ല ബ്രിട്ടനിൽ അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി ഇതേപോലെ ഒരു 40-50 വണ്ടികളൊന്നും കൂടെ ഇല്ല. ഇത് ഇവിടെ കാണിച്ച് കണ്ട് വളർന്നത് അവിടെ നടക്കുമെന്നാണ് നമ്മുടെ പാവം മലയാളിയുടെ വിചാരം. ഇവിടെ ഇപ്പൊ കൊലപാതകങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ ഇവിടുത്തെ. പണ്ടൊക്കെ ഒരു 50 വർഷം മുമ്പ് കേരളത്തിൽ ആഴ്ചയിൽ ഒരു കൊലപാതകം പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ കുടുംബങ്ങളിൽ 2-3 കൊലപാതകം നടക്കാത്ത ഒരു ദിവസം ഇവിടെയില്ല. ഇപ്പൊ ഇന്നലെയാണെങ്കിൽ ആലപ്പുഴയ്ക്കടുത്ത് ഒരു മകൻ അപ്പനെയും അമ്മേനെയും കുത്തിക്കൊന്നു. ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരത്ത് നേമത്തിൻ്റെ അടുത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. തേങ്ങ വെട്ടുന്ന തെങ്ങ് കയറ്റക്കാരന് ആ കത്തി കൊണ്ട് ഭാര്യയെ വെട്ടിക്കൊന്നു. ഇന്ന് രാവിലെ കൂളായിട്ട് പിള്ളേരോട് പറഞ്ഞ അമ്മയെ വിളിക്കണ്ട, അമ്മ കിടന്ന് ഉറങ്ങുകയാണ് എന്നും പറഞ്ഞാൽ അപ്പനാണ് കൊണ്ട് സ്കൂളിൽ വിട്ടു. ഈ കൾച്ചർ ഈ സംസ്കാരം വളർത്തിയത് ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. അപ്പം കൊന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ അവർക്ക് ജയിലിൽ പോകേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ പോകേണ്ട വന്നാൽ അവിടെ പുറത്തേക്കാളും നല്ല സുഖ സൗകര്യങ്ങൾ. അപ്പം ഇങ്ങനത്തെ ഒരു സംസ്കാരം ഉടലെടുത്ത് നാട്ടിൽ നിന്ന് പോകുന്നവർ അത് പുറത്തെടുക്കും. അവർ ആൾക്കൂട്ടമായി കഴിയുമ്പോൾ പുറത്തെടുക്കും. ആൾക്കൂട്ട സംസ്കാരം എന്ന് പറയുന്ന ഒന്ന് വേറെ, ഇൻഡിവിജ്വൽ സംസ്കാരം ഒന്ന് വേറെ. പിന്നെ നമ്മുടെ നാട്ടുകാർ വലിയ മാന്യന്മാരാന്ന് പറയും. നമ്മുടെ നാട്ടിലെ പൊതു ടോയ്ലറ്റുകളൊന്ന് പോയി നോക്കിയാൽ ഈ സംസ്കാരത്തെ പറ്റി എത്ര നാറികളാണ് ഈ നാറ്റം സഹിച്ച് അവിടെ ജോലി ചെയ്യുന്നതെന്ന് കാണാം. ഇപ്പോൾ തിരുവനന്തപുരം RTO ഓഫീസിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ടോയ്ലറ്റ് കണ്ട ഒരു ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് RTO ഓഫീസിലാണ്, മൾട്ടി സ്റ്റോർ 5ാം നിലയിൽ, തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. ഇത് പബ്ലിക് ടോയ്ലറ്റുള്ള കോവളം പോലെയുള്ളിടത്തോട്ട് നിങ്ങൾക്ക് അടുത്തെടുക്കാൻ പറ്റത്തില്ല. അതായത് എന്തുകൊണ്ടാണ്? നമുക്കങ്ങനെ ഒരു സംസ്കാരമില്ല. പൊതുസ്ഥലം വൃത്തികേടല്ലാതെ പൊതുസ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളൊരു സംസ്കാരമില്ല. അത് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇവർ ഒന്നിച്ചു കൂടുമ്പോൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന വാഴത്തോട്ടത്തിൽ കയറി പോലെ ചവിട്ടി മെതിച്ച് ഇട്ടിട്ടാണ് ഇവരൊരു പൊതുപരിപാടി കഴിഞ്ഞ് ഇറങ്ങി പോകുന്നത്. അപ്പം ഇതിന് മാറ്റം വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വിദേശത്തുള്ള ജോലി സാധ്യതകൾ കുറഞ്ഞു വരും. അടുത്ത ഒരു 50 കൊല്ലം എടുക്കുമായിരിക്കും. ഇപ്പൊ കുവൈറ്റിൽ ഇതാ മദ്യദുരന്തം. ഗൾഫ് നാടുകൾ കേട്ടിട്ടുണ്ടോ മദ്യദുരന്തം? മദ്യം നിരോധിക്കപ്പെട്ട മേഖല വാറ്റുചാര ഉണ്ടാക്കിയാലേ ഇവിടുന്ന് ചെല്ലുന്ന വിദ്വാൻമാർക്ക് അവിടെ പിണറായിസം എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർ വാറ്റി. ഏഷ്യക്കാരനാണെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അത് ഇന്ത്യക്കാരനാണ് കുടിച്ചത് മരിച്ചതും മലയാളികളാണ് കൂടുതൽ. അവിടെ ഏത് രാജ്യത്ത് നിന്നാലും നമ്മുടെ തനിനിറം പുറത്ത് വരാൻ തുടങ്ങുന്ന എപ്പോഴാണ്? നമ്മുടെ എണ്ണം കൂടുമ്പോൾ. അപ്പോൾ ആ തനിനിറത്തിന് തിരിച്ചടി ഉണ്ടാവും, എണ്ണം കുറഞ്ഞു വരികയും ചെയ്യും. ഇവിടെ താമസിക്കാൻ യോഗ്യതയുള്ളവർ ഇവിടെ താമസിച്ചാൽ, വേറെ രാജ്യത്ത് പോയി താമസിക്കണമെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കും. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ക്യാപ്റ്റൻ ജോയ്.